എം രാമചന്ദ്രൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് വൈശാൽ രാമചന്ദ്രനായത്? ഞാൻ ഈ സിനിമ എടുക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വന്നപ്പോൾ MT വാസുദേവൻ നായർ സാറിനെയാണ് ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ MT സാറ് പറഞ്ഞു, എൻ്റെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഈ സ്ക്രിപ്റ്റ് വൈശാലി എന്നാണ് ഇതിൻ്റെ പേര്, ഇത് ഞാൻ കുറേ കാലം മുമ്പ് എഴുതി വെച്ചതാണ്, വേണമെങ്കിൽ ഇത് തരാം. ഒരു സോഷ്യൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഇനി എഴുതാൻ എനിക്ക് താല്പര്യമില്ല. MT എന്ന് പറയുന്ന മഹാസാഹിത്യകാരനുമായിട്ടുള്ള അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് ഇത് ഇത്രത്തോളം വരാൻ സാധിച്ചത്. എന്നാൽ ഭരതൻ്റെ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ മറക്കാൻ സാധിക്കാത്തതാണ്. ഇങ്ങനൊരു ആർട്ടിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്നുള്ള ഈ വാചകം ഇത് തന്നെ എവിടെ നിന്നുണ്ടായി എന്നുള്ളത് പലരും എന്നോട് ചോദിച്ചിരിക്കുന്നതാണ്. അതിന് വാസ്തവം പറയാൻ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ജനങ്ങൾ തന്നെ തന്നതാണ് ഇത്. നിങ്ങളാണ് എനിക്ക് ഇത്രയും വിശ്വാസ്യത നേടിത്തന്നത്. അപ്പോഴാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പണ്ടെങ്ങോ കേട്ടുമറഞ്ഞ ബലികുടീരങ്ങളെ എന്ന പാട്ടിൽ, ആ പാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ജനകോടികൾ തൻ ആ ഒരു സംഭവം ഓർമ്മ വന്നു. അങ്ങനെയാണ് ഈ ക്യാപ്ഷൻ അല്ലെങ്കിൽ വാചകം ഉടലെടുത്തത്. ഇപ്പോൾ പലപ്പോഴും ജനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോലും ഇങ്ങനെ തന്നെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളുടെ വീട്ടിലെല്ലാം സന്ധ്യാവന്ദനം ഉണ്ടായിരുന്നു. ആ സന്ധ്യാവന്ദനത്തിൽ കൂടെയാണ് പദ്യങ്ങൾ ചൊല്ലാൻ ഞങ്ങൾ ശരിക്കും പഠിച്ചത്. അതിനു പുറമെ വീട്ടിൽ എല്ലാ മാസവും ഒരിക്കലെങ്കിലും അക്ഷരശ്ലോക സദസ്സുകൾ ഉണ്ടാവാറുണ്ട്. അതീവ പ്രശസ്തരായ KK രാജ, ND കൃഷ്ണനുണ്ണി, UPR വാര്യർ മുതലായി പലരും അതിൽ പങ്കെടുക്കാറുണ്ട്. ഞങ്ങൾ കുട്ടികളെല്ലാവരും തന്നെ അത് കേട്ടാണ് വളർന്നത്. അങ്ങനെയാണ് വാസ്തവത്തിൽ സാഹിത്യത്തിൻ്റെ ഒരു സ്പാർക്ക് എന്നിലുളവായത്. 2 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഭാഗവതർ വീട്ടിൽ വരാറുണ്ട്. ഏകദേശം രാത്രി 8 മണിയോടുകൂടി അദ്ദേഹം എത്തിച്ചേരും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ ഞങ്ങൾ കുട്ടികളും അമ്മയും അച്ഛനും എല്ലാവരും കൂടി ഇരിക്കും. അങ്ങനെയാണ് ആദ്യമായി ക്ഷീരസാഗരശയന തുടങ്ങിയ പാട്ടുകൾ കേട്ടതും എങ്ങനെ സംഗീതം നമ്മളെ വേറെ ഒരു ലോകത്തിലേക്ക്, ഒരു എക്സ്റ്റസിയിലേക്ക് നയിക്കും എന്നുള്ളത് അറിഞ്ഞത്. പിൽക്കാലത്ത് ഞാൻ ഗൾഫിൽ പോവുകയുണ്ടായല്ലോ. അവിടെ റേഡിയോ നാടകങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഊർജം എനിക്ക് ലഭിച്ചത് ഇത്തരം സംഗീത സദസ്സുകളിൽ നിന്നും സാഹിത്യ സദസ്സുകളിൽ നിന്നും ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, വൈശാലിയിലെ ആദ്യത്തെ ഗാനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എത്ര മനോഹരമായിരുന്നു ആ കവിസങ്കല്പം. അതുപോലെ തന്നെ മനോഹരമാണ് എൻ്റെ സന്തത സഹചാരിയായ സഹധർമ്മിണി ഇന്ദു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 35 വർഷമായി. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ആദ്യത്തെ ഡോക്ടർ മഞ്ജുവിന് ഒരു മകളുണ്ട്, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി, ചാന്ദിനി എന്ന പേര്. അറ്റ്ലസ് സ്റ്റാർ മെഡിക്കൽ സെൻറ്റർ ദുബായിയുടെ ഇൻചാർജാണ്. പിന്നെ ശ്രീകാന്ത് ഇപ്പോൾ അമേരിക്കയിൽ ജോലി നോക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ പാലക്കാട്ടിൽ മാനേജറായിരുന്ന കാലത്താണ് കല്യാണാലോചനകൾ വന്നിരുന്നത്. അങ്ങനെ ഇന്ദുവിൻ്റെ ഫോട്ടോവും കാണിച്ചു തന്നു. ഫോട്ടോ തന്നെ കണ്ട വർഷം ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അമ്മയച്ഛനും നിർബന്ധിച്ചു, മോനെ ഒന്ന് പോയി കാണൂ, കുട്ടിയെ കാണുന്നതിന് എന്താ വിഷമമുള്ളത്, ഇവിടെ അടുത്തല്ലേ, ചേറ്റുപുഴ വരെ 4 കിലോമീറ്റർ ദൂരല്ലേ ഉള്ളൂ, ഭയങ്കര ബിസിയാണ്, പിറ്റേ ദിവസം എന്തോ സെമിനാറോ മറ്റോയാണ്. എന്നാലും ശരി, അവർ നിർബന്ധിച്ചു. ഞാൻ വന്ന പാടെ തന്നെ കണ്ടു. ഇന്ദുവും വളരെ എന്താ പറയണ്ടേ, ഒരു ടേക്ക് ഇറ്റ് ഈസി മോഡലിലായിരുന്നു അന്ന്. ഒരു സാധാരണ നിലയ്ക്ക് ഒരു കല്യാണത്തിന് പെണ്ണ് കാണാൻ വരിക എന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടികൾക്ക് കുറച്ച് ഒരു പേടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഷീ വാസ് വെരി സിമ്പിൾ. എനിക്ക് അവിടെ വെച്ച് കണ്ടപ്പോഴും
അത്ര വലിയൊരു ഇഷ്ടമൊന്നും തോന്നിയില്ല എന്നുള്ള വിവരം ഞാൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞു. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും നിദാനമായി ഇന്ദു ഉണ്ട് എന്നുള്ളതൊരു സത്യം മാത്രമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഇന്ദുവിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സപ്പോർട്ട് ഞാൻ വാല്യൂ ചെയ്യുന്നു എന്നുള്ള കാര്യം മറക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും നാട്ടിൽ വരുമ്പോഴും ഭയങ്കര തിരക്കാണെന്നുള്ളത് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ ഈ ഫോണൊക്കെ കയ്യിൽ കൊണ്ട് നടക്കുന്നത്. പലപ്പോഴും വിചാരിക്കും ഈ മൊബൈൽസൊക്കെ ഇല്ലാതെ ഫ്രീ ആയിട്ട് വരണം, അറ്റ്ലീസ്റ്റ് ഇതുമാതിരി തൃശ്ശൂർ പൂരം കാണാനായിട്ട്, അല്ലെങ്കിൽ അക്ഷരസ് ലോകം അതിൻ്റെ മത്സരത്തിനോടനുബന്ധിച്ച് വരണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ഒരു ലൈൻ ഓഫ് ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും അവിടെ ദുബായി ആയിട്ടുള്ള ടച്ച് വേണ്ടി വരും. അവിടെ നിന്നുള്ള കോൾസ് വന്നുകൊണ്ടിരിക്കും. എന്നിരുന്നാലും ഇതൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ ടെൻഷൻ ലെസ്സായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തിലെ കലാസാംസ്കാരിക ആയ പല കാര്യങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ സാധിച്ചു. ഇതിനെ ഞാൻ എൻ്റെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളായി കണക്കാക്കുകയാണ്. തീർച്ചയായും ഇനിയും വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. അവയെല്ലാം ഇനിയൊരിക്കലാവാം എന്നുള്ള വിശ്വാസത്തോടുകൂടി ഇപ്പോൾ തൽക്കാലം വിരമിക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ.